ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇന്ന് പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്തതും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതും. മുഖ്യമന്ത്രിയായി ജെഎംഎമ്മിന്റെ മുതിർന്ന നേതാവ് ചമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹേമന്ത് സോറന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ സംസ്ഥാനത്ത് ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആർക്കെ, കഴിഞ്ഞ ദിവസമാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതും. ഇനിയുള്ള നിയമ നടപടികൾ എങ്ങനെയാണ്? ഈ ഒരു കേസിനെ എങ്ങനെ നേരിടാനാണ് പാർട്ടിയും ഒപ്പം തന്നെ ഹേമന്ത് സോറനും ഒരുങ്ങുന്നത്? ഇ ഡി ഈ അറസ്റ്റിന് ശേഷം ഇന്നലെ അനൌദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് സംസാരിക്കുന്ന തെളിവുകൾ ഹേമന്ത് സോറനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അദ്ദേഹം പല ഘട്ടങ്ങളിൽ എത്തിയപ്പോഴും സുപ്രീം കോടതി അടക്കം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടികൾ ഹേമന്ത് സോറനെ സംബന്ധിച്ച് ദുർഘടമാകുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. അത് അദ്ദേഹത്തിന് നന്നായി അറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദം ത്യജിച്ചുകൊണ്ട് അറസ്റ്റിന് വിധേയനാകാനായിട്ട് തീരുമാനിച്ച ഒരു സാഹചര്യം ഉള്ളത്. ജെഎംഎമ്മിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ 2024 നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഘട്ടത്തിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു പ്രചരണ വിഷയമായി ബി.ജെ.പി. ഇത് ഉയർത്തിക്കാട്ടുന്നത് തടയുക, അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന് പറ്റുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ജെഎംഎം പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നടക്കമുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ അതിന്റെ തുടക്കമായി കാണാം. ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മറുവശത്ത് പുതിയ മന്ത്രിസഭയുടെ അധികാരമേൽക്കലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കി ഭരണത്തിൽ പിടിമുറുക്കാനും കൂടുതൽ ജനക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. ഹേമന്ത് സോറനെ ഇന്ന് പ്രത്യേക കോടതിയുടെ മുമ്പാകെ ഹാജരാക്കും. ഹേമന്ത് സോറന്റെ റിമാൻഡ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാകും ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹേമന്ത് സോറൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, തെളിവുകൾ മറച്ചുവെക്കുന്നു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഇ ഡി ഇതിനകം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടാകും നീക്കം നടത്തുക. മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ഈ കേസിന്റെ കൂടുതൽ വിശദ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാകും ഇ ഡിയുടെ ലക്ഷ്യം. സമാന്തരമായിട്ട് മറ്റു ചില ആരോപണങ്ങളും ഈ ഇ ഡിക്ക് മുന്നിൽ ഹേമന്ത് സോറനെതിരെയുണ്ട്. ആ ആരോപണങ്ങളിന്മേലുള്ള അന്വേഷണവും അനുബന്ധമായി നടക്കും. ഒപ്പം തന്നെ ആർക്കെ, ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർക്കും മുൻ മുഖ്യമന്ത്രിമാർക്കും എതിരെ ഇ ഡി നടപടികൾ ശക്തമാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഇ ഡി പിടിമുറുക്കുന്നത് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ഈ ഡൽഹിയില് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്കെതിരെ എടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ചില വിമർശനങ്ങൾ ഇ ഡിക്ക് ഏൽക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് എതിരായിട്ടുള്ള അന്വേഷണങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോവുക എന്നൊരു നയമായിരുന്നു ഇ ഡി സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതനുസരിച്ച് ഈ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കും പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാർക്കും ഒപ്പം മുൻ മുഖ്യമന്ത്രിമാർക്കും എതിരായിട്ടുള്ള കേസുകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു താമസിപ്പിക്കൽ അഥവാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലുമുള്ള ഒരു വൈകൽ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ പട്ടിക ഒന്ന് പരിശോധിക്കുന്നത് വരെ കൗതുകമുള്ളതൊന്നാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 5ാമത്തെ സമൻസ് അദ്ദേഹത്തിന് ഇ ഡി നൽകിയിട്ടുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഈ പട്ടികയിലുള്ള മറ്റൊരാൾ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി എന്നിങ്ങനെ 4 മുഖ്യമന്ത്രിമാരുടെ പേരുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇ ഡി അന്വേഷണം നേരിടുന്ന പട്ടികയിൽ ഉള്ളത്. ഇത് കൂടാതെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗൽ, ബീഹാറിലെ RJD നേതാവ് കൂടിയായിട്ടുള്ള ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബ്രി ദേവി, ഹരിയാനയിലെ കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, അശോക് ഗെഹ്ലോട്ട്, ഒപ്പം അഖിലേഷ് യാദവ്, മായാവതി, ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, നബാം തുക്കി, ഒക്രാം ബോബു സിംഗ്, ശങ്കർ സിംഗ് വഗേല, ശരത് പവാർ, അങ്ങനെ നീളുന്നു ഇ ഡിയുടെ പട്ടികയിലുള്ള മുൻ മുഖ്യമന്ത്രിമാരുടെ പേര് വിവരങ്ങൾ. അവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അടുത്ത ദിവസങ്ങളിൽ ശക്തമായിട്ട് ഇ ഡി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരിക്കും രാജ്യത്ത് കാണാനായി സാധിക്കുക. 2021 ഏപ്രിലാണ് പിണറായി വിജയനെതിരെയായിട്ടുള്ള ഇ ഡി അന്വേഷണം ആരംഭിച്ചത്. ഈ കനേഡിയൻ കമ്പനിയായിട്ടുള്ള SNC ലാവലിന്
കരാർ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയമാണ് അന്വേഷണ വിധേയമായിരിക്കുന്നത്. 15 വർഷത്തിന് ശേഷം CBI കുറ്റപത്രം നൽകി 15 വർഷത്തിന് ശേഷമാണ് ED അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇതും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഏതായാലും ഈ കേസുകളെല്ലാമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ ED നടത്തുന്നത്. BJP ഇതര മുഖ്യമന്ത്രിമാർക്കും മുൻ മുഖ്യമന്ത്രിമാർക്കും എതിരായുള്ള നടപടികൾ ശക്തമാക്കുകയാണ് ED. കേസുകളിലെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED നീക്കം. രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.